അപ്പോൾ എന്ത് പറ്റിയെന്ന് നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂടെ കൂടിയ ഒരുപാട് ആളുകളുണ്ടല്ലോ, ഓൽക്കൊരു ക്ലാരിഫിക്കേഷൻ ഇതിൽ മസ്റ്റായിട്ട് ഞാൻ തന്നെ കൊടുക്കണം, അത് കൊടുത്തേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും താങ്കളിൽ നിന്നും ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അതുതന്നെയാണ്. എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നുള്ളത്. ആ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടതായിരിക്കും. ക്വയറ്റ് ഐ എം ക്വിറ്റ് എന്നുള്ളതാണ്. അതായത് ഞാൻ എല്ലാം നിർത്തുന്നു എന്ന് പറഞ്ഞു പിറ്റേ ദിവസം മുതലാണ് ആളെ കാണാതാവുന്നത്. ആ സമയത്ത് ആസാമിൽ വെള്ളപ്പൊക്കമായിരുന്നു, ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ആളുകൾക്കൊക്കെ ഒരു ഭയം തോന്നിയത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുന്നു, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പിന്നെ താങ്കൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആഫ്രിക്കയിലെ പട്ടിണി പാവങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ആ കിണറുണ്ടല്ലോ, ആ കിണറിലെ നീരുറോ വറ്റുന്നത് വരെ, അല്ലെങ്കിൽ വറ്റിയാലും നിങ്ങൾക്ക് അവരുടെ സ്നേഹം ഉണ്ടാവും, അവരുടെ പ്രാർത്ഥന ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. താങ്കൾ പറ, എന്ത് സംഭവിച്ചു? കഴിഞ്ഞ മാസം അല്ല, അതായത് ജൂൺ 17-ാം തീയതി നമ്മുടെ നാട്ടിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്ക് യാത്ര പോയി. ജൂൺ 6-ന് ഞാൻ കൊൽക്കത്തെത്തി. ജൂലൈ 6-ന് ഞാൻ കൊൽക്കത്തെത്തി. ജൂലൈ 6-ന് ഞാൻ തിരിച്ച് കൊച്ചിയിലേക്ക് വന്നു, എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്ത് നമ്മൾ സുഹൃത്ത് അച്ചായൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങൊക്കെ ബന്ധപ്പെട്ട് ഞാൻ മാത്രം തിരിച്ചു പോന്നു. ഫായിസ് അവിടെ കൊൽക്കത്തയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 8-ന് തിരിച്ച് പിന്നെയും പോയി. 8 ഞാൻ അവിടെ എത്തി. 6-ന് വന്നു, 7-ന് പോയി, 8-ന് അവിടെ എത്തി. കൊൽക്കത്തയിൽ നിന്ന് ഞാനും ഫായിസും വീണ്ടും യാത്ര ആരംഭിച്ച് അസാമിൽ ഗുവാഹട്ടി വരെ എത്തി. ഗുവാഹട്ടിയിൽ നിന്ന് അപ്പോൾ ഇതിനും ഏകദേശം നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഒരു മാസം ആയിട്ടുണ്ടായിരുന്നു. ഞാൻ 15-നൊക്കെയാണ് ഗുവാഹട്ടിയിൽ എത്തുന്നത്. ഗുവാഹട്ടിയിൽ നിന്ന് ഫായിസിന് നാട്ടിലും BMW മെക്കാനിക്കാണ് ബൈക്കിൻ്റെ. അപ്പോൾ അതിന് കുറച്ച് വർക്ക് ലോഡൊക്കെ കൂടിയ കാരണം നാട്ടിലേക്ക് പോരേണ്ടി വന്നു. അതായത് യാത്ര കംപ്ലീറ്റ് ചെയ്തിട്ട് പോരാന്നുള്ളതൊക്കെ ആയിരുന്നു ധാരണ. പക്ഷേ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഫായിസിനെ നാട്ടിലേക്ക് പറഞ്ഞയച്ചാണ് കുറച്ച് വർക്ക് എടുത്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫായിസ് അവിടെ നിന്ന് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന സമയത്ത് ഇദ്ദേഹം എടുത്തൊരു തീരുമാനമാണ്, ഒറ്റക്കാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. തീർച്ചയായിട്ടും ഈ യാത്രയിൽ ഫായിസ് ഇല്ലാതെ തനിക്കൊരു വീഡിയോ ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നു. ഇനി മുതൽ അങ്ങോട്ട് കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്ന് റെസ്റ്റ് എടുക്കാം, കുറച്ച് വഴികൾ കണ്ടെത്തി ഒരു ചെറിയ യാത്ര. ഇതായിരുന്നു ആൾ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റ് ഇടുന്നതോ അദ്ദേഹം ChatGPT-യോട് ചോദിച്ച് ChatGPT കൊടുത്തതാണ് പുറത്തുവിട്ടത്. എന്നാൽ അദ്ദേഹത്തിനെ കാണാനില്ലെന്ന വാക്കും ആസാമിലെ വെള്ളപ്പൊക്കമൊക്കെ ചേർത്ത് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചു അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ പ്രാർത്ഥന കൊണ്ടും ദുആ കൊണ്ടും ഇവിടെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫായിസ് നാട്ടിലേക്ക് പോന്നു. ഒന്ന് പിന്നെ നമുക്ക് കറങ്ങാനുള്ളത് മേഘാലയ, മിസോറാം, ത്രിപുര, മണിപ്പൂർ, അരുണാചൽ തുടങ്ങിയ മേഖലകളൊക്കെയാണ്. ഫായിസ് വരുന്നവരെ, അതായത് ആ ഒരു സമയം ഞാൻ നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു പകുതി, അതായത് മണിപ്പൂരും മിസോറാമും ത്രിപുരയും മേഘാലയൊക്കെ കറങ്ങാനുള്ള ഉദ്ദേശത്തോടു കൂടി ഓഫ്ലൈൻ ഫായിസ് വന്നിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും കുറച്ച് ഓഫ്ലൈനിൽ കറങ്ങാമെന്ന് കരുതിയിട്ട് 22-ാം തീയതി ഞാൻ പോയി. ഇതിനിടയിൽ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഒരുപാട് ട്രാവൽ വ്ളോഗേഴ്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ യാത്രകൾക്കിടയിലും വലിയ നന്മകൾ കൂടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ദിൽഷാദ്. അതുകൊണ്ടാണ് ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് ആളുകളില്ലേ, ഇപ്പോൾ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നല്ല നല്ല വീഡിയോസ് കാണാറുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇദ്ദേഹം ചെയ്യുന്ന കുറച്ച് പ്രവർത്തികളുണ്ട്, മാനുഷികപരമായിട്ടുള്ള കുറച്ച് പ്രവർത്തികൾ. ആഫ്രിക്കയിൽ കിണറുണ്ടാക്കി കൊടുത്ത് ഒരു പക്ഷേ നമുക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത്. കോടീശ്വരന്മാരായ ഒരുപാട് ആളുകൾ നമുക്കറിയില്ലേ, ഒരുപാട് ബിസിനസ്മാൻമാരെ നമുക്കറിയില്ലേ, അവരാരും ചെയ്യാത്ത ഒരു കാര്യം ഇദ്ദേഹം അവിടെ പോയി ചെയ്തു കൊടുക്കുക. അതാണ് ഡിഫറൻറ്റ്. അത് ഇതിനിടയിൽ പറഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനത്തെ 1-2 കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇനി മുതൽ കുറച്ച് ദിവസങ്ങളിലേക്കൊന്നും ചെയ്യണില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വിറ്റാണോ, അത് വേറെ ആരെങ്കിലും ഇട്ടതാണോ, ഞാൻ തന്നെ ഇട്ടതാണോ എന്നൊക്കെ പല 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 വാർത്തകളും ഒക്കെയാണ്. അപ്പോൾ ChatGPT തന്ന പോസ്റ്ററാണ്. ChatGPT-നോട് ഞാൻ എൻ്റെ ആശയം പറഞ്ഞു, കുറച്ച് ദിവസം ഞാൻ ഓഫ്ലൈനിൽ പോവാണ്, സോഷ്യൽ മീഡിയയിലൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഫോളോവേഴ്സിനോട് പറയാനുള്ള ഒരു സാധനം ആണ്, അങ്ങനെ തന്നാണ് ഈ ഒരു സാധനം. ഞാൻ ആ പോസ്റ്റ് ഇട്ടു. അതുവരെയൊക്കെ നോർമലാണ്. ക്വയറ്റ് ഐ എം ക്വിറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ChatGPT-യോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഉത്തരം, ഞാൻ അവസാനിപ്പിക്കുന്നു, ഞാൻ നിർത്തുന്നു എന്നുള്ളത്. പക്ഷേ അന്നത്തെ സാഹചര്യം അതല്ല ബ്രോ. ആളുകൾ കുറ്റം പറയാൻ കഴിയില്ല, അത്രമാത്രം പേടിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മീഡിയ ന്യൂസ് ചാനലിൽ ഏറ്റെടുത്തതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ വേറൊരു നരേഷനിലേക്ക് അത് കൊണ്ടുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇല്ല, സാധാരണഗതിയിൽ 5 ദിവസം 6 ദിവസമൊന്നും ഞാൻ വീട്ടിലേക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്യാറില്ല. നമ്മൾ ആഫ്രിക്കൻ ട്രിപ്പിലൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഞാൻ കോൺടാക്ട് ചെയ്യൂല എന്നും പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. എൻ്റെ മുന്നേ നെറ്റ്വർക്ക് പോയി, 5 ദിവസം നെറ്റ്വർക്ക് ഉണ്ടായില്ല.
ഒരു ദിവസം ഏതായാലും സോറയിൽ ലാൻഡ് സൈഡിൽ വിട്ട് ചെയ്ത് അങ്ങനെ 6 ദിവസമായി. നെറ്റ്വർക്ക് ഉണ്ടായില്ല മീൻസ് ഞാൻ അതിൻ്റെ ഇടയിൽ പിന്നൂരിസ്ല എന്ന് പറഞ്ഞൊരു ടൗണിൽ പോയിട്ട് എൻ്റെ കയ്യിലുള്ള ഞാൻ ഉപയോഗിക്കുന്നത് സൗദിയിലെ സിമ്മാണ് മൊബൈലിൻ്റെ. അത് ഗ്ലോബലാണ്, വേൾഡ് വൈഡ് യാത്രയിലൊക്കെ അതാ ഉപയോഗിക്കാറുള്ളത്. അതിൽ കോളിംഗ് ഇല്ല, ഡാറ്റ ഉണ്ട്. അത് മാറ്റിയിട്ട് ഞാൻ പിന്നൂരിസ്ല എന്ന് പറഞ്ഞ ടൗണിൽ പോയി ജിയോൻ്റെ ഒരു സിം എടുത്ത് പോകുന്നു. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല, ഇടയ്ക്ക് നെറ്റ്വർക്ക് മിന്നി വന്ന് പോകും, അല്ലാതെ നമുക്ക് അതിന് കോൾ ആക്ടിവിറ്റീസോ കാര്യങ്ങളൊന്നും കിട്ടൂല. ഈ 6 ദിവസം ഞാൻ അവിടെ തങ്ങി മൗലിനോങ്ങിലൊക്കെ കറങ്ങി. 7ാമത്തെ ദിവസം ഞാൻ മൗലിനോങ്ങിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് പിന്നൂരിസ്ല പറഞ്ഞ ടൗണിലേക്ക്. അതായത് 29-ാം തീയതി ഞാൻ അങ്ങോട്ട് പോവാണ് രാവിലെ. ഈ ടൗൺ എത്തുന്നകാളിയിൽ മുന്നേ ഒരു 5-6 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും ഏകദേശം. അതിൻ്റെ മുന്നേ ഒരു നല്ല മഴയാണ്, മഴത്തുനിന്ന് ഒരു ചെറിയൊരു വളവ്. ആ വളവ് ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. അവിടുന്ന് അത്യാവശ്യം സ്പീഡിലൊരു കാർ ഇങ്ങോട്ട് വന്നു. വളവായതുകൊണ്ട് തന്നെ, വളവ് സാധാരണ ബൈക്കൊക്കെ ഓടിക്കുന്നവർക്കറിയാം ബാലൻസ് കിട്ടി. അതായത് അടിച്ച് ഇറങ്ങാന്ന് കണ്ടാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് പിടിക്കാൻ നിൽക്കില്ല. പിന്നെ പോകുന്നിടത്തേക്ക് പോയി കൊണ്ട് കൊടുക്കാന്നുള്ളൂ. ബ്രേക്ക് പിടിച്ച് ചിലപ്പോൾ ഇറങ്ങി പോകും. ഇവിടെ നല്ല നനഞ്ഞ പുല്ലായതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് നേരെ പോയി ഒരു മരത്തിലിടിച്ചു. അതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിലുണ്ട്. മരത്തിലിടിച്ചു. മരത്തിൽ ഇടിച്ചിട്ട് വണ്ടി അവിടെ കുടുങ്ങി. 2 സൈഡിലും ഈ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ട് വണ്ടി അതിൻ്റെ ഇടയിൽ കുടുങ്ങി നിന്ന് ഞാൻ തെറിച്ച് അതിൻ്റെ താഴെ ഒരു തോടാണ്, ഈ തോട്ടിലേക്ക് വീണു. തെറിച്ച് ഒരു തെറിച്ചലിൽ ഒരു ഉരുളൽ തന്നെ അതിൻ്റെ ഹെൽമെറ്റിന് ക്ലിപ്പ് ഇട്ടില്ല. ക്ലിപ്പിടാൻ മറന്നു. ഈ ക്ലിപ്പ് ഇടാത്തതുകൊണ്ട് ഹെൽമെറ്റ് തലേന്ന് പോയി. ഞാൻ മുഖം കവിള് പോയി കല്ലിലടിച്ച്. ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് ഇടണം, എത്രത്തോളം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് കേൾക്കണം നിങ്ങൾ കേട്ടോ. അദ്ദേഹം ഫുൾ റൈഡിങ് കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ളത്, അതുകൊണ്ട് ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ താടിയെല്ലാം ഇളകുന്നുണ്ട്, അത് കഴിഞ്ഞ് എണീറ്റ് നിൽക്കുമ്പോൾ ബോധം പോകുന്നുണ്ട്. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ബോധം വന്നു എന്നാണ് ആൾ പറയുന്നത്. ഇതൊക്കെ കാണുന്ന ആളുകൾ ഹെൽമെറ്റ് വെറുതെ ഒരു പോലീസുകാർ പെറ്റി അടിക്കുമെന്ന ഭയത്തോടു കൂടി മാത്രം ഇടാതിരിക്കുക, ആ ക്ലിപ്പും കൂടി ഇടുക. അങ്ങനെ ആ ക്ലിപ്പ് ഇട്ടിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ ഒരു പരാതി വന്ന അതേ ദിവസം തന്നെ ആൾ അതിന് മറുപടി തന്നേനെ. അതായത് ഈ സംഭവിക്കുന്ന 29-ാം തീയതിയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ പോയ റൂട്ടും കാര്യങ്ങളും കേരള സൈബർ സെല്ലിൻ്റെ കയ്യിലുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചെന്നുള്ളത് മേഘാലയ പോലീസിൻ്റെ കയ്യിലുണ്ട്. മേഘാലയ പിന്നൂരിസ്ല ഹോസ്പിറ്റലിൽ എല്ലാ റെക്കോർഡിക്കലും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാ ഉണ്ട് എന്ന് പറയുന്നതാണ് അറിയോ. അവസാനം ഞാൻ പറഞ്ഞുതരാം. ഈ മുഖം ഇതിലടിച്ച സമയത്ത് ബാക്കി പരിക്കളൊന്നുമില്ല. നമ്മൾ ഫുൾ റൈഡിങ് കേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഹെൽമെറ്റിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവില്ല, ഒന്നും സംഭവിക്കില്ലായിരുന്നു. മുഖം അടിച്ചാൽ ഞാൻ എൻ്റെ എണീറ്റുന്നു. അപ്പോൾ അവിടെ ഉള്ള ആൾ കാസി ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത്, വില്ലേജ് ഏരിയയാണ്. ഈ ട്രൈബ്സിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടി. അപ്പോൾ സാധാരണ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ ഒന്നും സംഭവിച്ചില്ല രീതിയിൽ ഒന്നുകൊണ്ട് എണീറ്റിക്കും, കുഴപ്പമൊന്നുമില്ല രീതിയിൽ ഈ മുഖം അടിക്കലും. ഞാൻ എണീറ്റ് നിന്നപ്പോൾ ഒരു 3-4 കിളി പോയി. ഈ കിളി പോയോടുകൂടി ഞാൻ അവിടെ ഇരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ പിന്നെ എനിക്ക് ഒരു ഓർമ്മ ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. ആ എണീറ്റ് നിന്നത് പാളി, അവിടെ ഇരുന്നു അവിടെ കിടന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ശേഷമുള്ള ഒന്നും ഓർമ്മയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് 7-6 കിലോമീറ്റർ പോയാൽ പിന്നൂരിസ്ല എന്ന് പറഞ്ഞ ചെറിയൊരു ടൗണെത്തും. ഈ ടൗണിലേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പം ഓൾറെഡി 26-ാം തീയതിയൊക്കെ തോന്നുന്നുണ്ട്. 26-ാം തീയതിയൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിക്കാതായപ്പോഴും പിന്നെ ആളുകൾ ഇങ്ങനെ പറയും, ഓനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാണ് പോയത്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കേട്ട് ഫാമിലി എന്തായി മിസ്സിംഗ് ആണെന്ന് പോയി പരാതി കൊടുത്ത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ആ ഒരു സമയത്ത് ആസാമിലെ വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, ഈ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ ഈ ഒരു പോസ്റ്റും ജനങ്ങൾ പറയുന്നതും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും കേട്ട് വിശ്വസിച്ച് പോകും. കുറ്റം പറയാൻ കഴിയില്ല. അവർ നേരെ പോയിട്ടൊരു പരാതി നൽകി. പിന്നെ ഇദ്ദേഹം തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വീട്ടിലേക്ക് ആഴ്ചയിൽ ചിലപ്പോൾ 2-3 ദിവസമേ വിളിക്കാറുള്ളൂ. യാത്രകളിൽ ആഫ്രിക്കയിലാണ സമയത്ത് തീരെയും വിളിക്കാറില്ല, 5 ദിവസം കൂടുമ്പോഴൊക്കെ വിളിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ ആളുകൾ ഇങ്ങനെ ഒരു നരേഷൻ ഇത് കൊണ്ടുവച്ചത് കൊണ്ട് അവർ പോയി പരാതി കൊടുത്തു എന്നുള്ളതാണ്. അവർ കുറ്റം പറയാൻ കഴിയില്ല. നാട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാർത്ഥനയായിട്ട് തന്നെ വന്നിരുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് ഇത്തരം വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനകളായിരുന്നു താങ്കളെ തിരിച്ച് കിട്ടാൻ വേണ്ടി. എന്താ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ത്വരയുള്ള ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരോട് പറഞ്ഞതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെന്നാലും കുഴപ്പമില്ല, ചങ്ങായി തിരിച്ച് വന്നാൽ മതി, ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നുള്ള ആ ഒരു ആളുകൾക്കാണ് പറയണത്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. സംസാരിക്കാനുള്ള പ്രശ്നം സംസാരിച്ച് എന്നെ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലേ നമ്മൾ ഈ നീരൊക്കെ പോയി കിട്ടുള്ളൂ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടിയൊക്കെ നമുക്ക് സീറ്റൊക്കെ എടുത്തിട്ട് നോക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശാരീരികമായും എല്ലാ വിധത്തിലും ഓക്കെയാണ്. നമ്മളെ യാത്രകൾ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. ഇത് ഒന്നുകൂടി പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് തന്നെ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് നമ്മളെ ബാക്കി യാത്രകൾ കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് പോകാൻ. കാരണം നമ്മൾ ഒരു യാത്രയും ഇന്നേ വരെ പകുതിക്ക് വെച്ചിട്ട് നിന്നിട്ടില്ല. പകുതിക്ക് വെച്ച് നിർത്തരുത്. താങ്കൾ യാത്രകൾ തുടരണം. താങ്കളിൽ നിന്ന് ഞങ്ങൾ അത്തരം വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളെ സഹായിക്കുന്നതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളെക്കുറിച്ചിട്ടും ആളുകളെക്കുറിച്ചിട്ടും താങ്കളുടെ ചാനൽ വഴി അറിയാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും നിർത്തിവെക്കേണ്ടതല്ല. താങ്കളുടെ യാത്രകൾ തുടരുക തന്നെ വേണം. എന്നും കട്ടക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങളെ പോലെയുള്ള എല്ലാ ആളുകളുണ്ടാവും. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.